യാത്രയിൽ ചോള ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ ക്ഷേത്രമായ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ഇന്നലെ നമ്മൾ രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രം കണ്ടു. ഇന്ന് നമ്മൾ പോകുന്നത് അദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ചോള ഒന്നാമൻ നിർമ്മിച്ച ഗംഗൈകൊണ്ട ചോളപുരം എന്ന ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ശിവഭഗവാൻ തന്നെയാണ് പ്രതിഷ്ഠ. നമ്മൾ ഇന്നലെ കണ്ട തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം അതും ശിവക്ഷേത്രം തന്നെയാണ്. ചോള രാജാവായ രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് പറഞ്ഞു ഇന്നലെ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ രാജേന്ദ്ര ചോളൻ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ഇത് ഗംഗൈകൊണ്ട ചോളാപുരം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. കാരണം അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളിലും എല്ലാം വളരെ വൈദഗ്ധ്യം കാണിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്ന ഒരു രാജാവാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ക്ഷേത്രം, ശിവക്ഷേത്രം തന്നെയാണ് ഇതും പണിയാന്നുള്ള ഉദ്ദേശത്തോട് പണിത ക്ഷേത്രമാണിത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ തോൽപ്പിച്ച് രാജ്യവിസ്തൃതി നേടി അങ്ങനെ ഗംഗാതീരം വരെ എത്തി. ഗംഗാതീരത്തു നിന്ന് ഗംഗയിലിറങ്ങി അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് ആ ജലം കൊണ്ടുവന്ന് ഇവിടെ കിണർ കുത്തി ആ കിണറ്റിൽ ഈ ഗംഗാജലം ഒഴിച്ച് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട്, അതുകൊണ്ടാണ് ഇതിനെ ഗംഗൈകൊണ്ട ചോളാപുരം ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജേന്ദ്ര ചോളൻ അദ്ദേഹം നിർമ്മിച്ച ഈ ക്ഷേത്രം മറ്റേ ക്ഷേത്രത്തിൻ്റെ അത്രയും ഇന്നലെ ഞാൻ പറഞ്ഞു 216 അടി എന്തോമാണ് ഹൈറ്റ് പറഞ്ഞത്. അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. 180 അടി ഹൈറ്റാണ് ഇതിൻ്റെ ഗോപുരത്തിൻ്റെ ഹൈറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതും യുനെസ്കോവിൻ്റെ പൈതൃക പട്ടികയിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു പോരുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് ബാക്കി കാര്യങ്ങൾ കാണാം. ഗംഗൈകൊണ്ട ചോളപുരം ആ പേര് വരെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗംഗൈ വരെ ഈ രാജേന്ദ്ര ചോളൻ അതുവരെ പിടിച്ചെടുത്തു. ഗംഗൈ, കടാരം, കംബോഡിയ, ഇന്തോനേഷ്യ, ബർമ്മ, തായ്ലാൻഡ് ഒരുപാട് സ്ഥലം കീഴടക്കി. അതിൽ ഗംഗൈங்கிறது ഒരു പുനിത റിവർ. അതുകൊണ്ട് ഗംഗയിലേருந்து വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഒരു കിണർ കുഴിപ്പിച്ച് ഈ അമ്പലം പണിതതാണ്. അത് പണിത രാജാവ് ചോള രാജാവ് രാജേന്ദ്ര ചോളൻ പറയും. അതുകൊണ്ട് ഗംഗൈകൊണ്ട ചോളപുരം. പുറங்கிறது ജസ്റ്റ് പ്ലേസ് അത്രയേ ഉള്ളൂ. മற்றபடி எல்லாமே அந்த ராஜாவுடைய பேர் തന്നെ. അതുപോലെ ഈ അമ്പലം പണിയാൻ വേണ്ടി 32 കൊല്ലം ആയിട്ടുണ്ട്. തഞ്ചാവൂരുടെ ഇത് ശരി അമ്പലം. തഞ്ചാവൂർ 214 ഫീറ്റ്, ഇത് 180 ഫീറ്റ്. ഇത് തിരുവേലങ്കാടെന്ന് ഒരു വനപ്പകുതി, ഫോറസ്റ്റ് തിരുവേലങ്കാടെന്ന് പറയും. ഇവിടെ റിവർ ഏതും ഇല്ല. 100 കിലോമീറ്റർക്ക് അപ്പുറത്തുനിന്ന് ഒരു റിവർ പണിത് കൊണ്ടുവന്ന് ഈ അമ്പലം പണിതത്. അതുകൊണ്ട് ഒരുപാട് കാലതാമസമായത്. ஆனால் ഈ രാജഗോപുരം കണ്ട ഒന്ന് പണി തീർന്നിട്ടില്ലെന്ന് തോന്നും, ഇല്ലെന്നാ ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നും. ஆனால் ഈ പണി മുഴുവതും തീർന്നതാണ്. അതായത് ഈ സ്ഥലം 217 ഇയേഴ്സ് 217 കൊല്ലം ഇത് ക്യാപിറ്റൽ തന്നെ. ചോള രാജാവുക്ക് ശേഷമോ ഫസ്റ്റ് ചോള അവർ തന്നെ അകത്തുള്ള അമ്പലപ്പണി തീർത്തത്. ഫ്രണ്ടുള്ള മണ്ഡപം, മഹാമണ്ഡപം പാണ്ഡ്യാസുക്കുള്ളതാണ്. പാണ്ഡ്യരാജാവെന്ന് പറയും. അതുക്ക് ശേഷം നായക്കരെന്ന് പറയും. ഈ കുമ്മായം കൊണ്ട്, ഈ സക്കോർ കൊണ്ടില്ലേ, ഇതെല്ലാം ഉണ്ടാക്കിയത് നായക്കന്മാർ, തിരുമല നായക്കർ. അതുക്ക് ശേഷം உங்களுக்கு സരഭോജിന്ന് ഒരു പുള്ളിയുണ്ട്. അത് തന്നെ പെയിൻറ്റിങ്സ്, കുറേ പെയിൻറ്റിങ്ങെല്ലാം ഉണ്ടാക്കിയത് സരഭോജിയാണ്. അതുശേഷം ഇത് മറാഠ. ഈ നന്ദിയുടെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൂര്യ വെട്ടം ഇവിടെ പുറത്ത് വലിയ വെട്ടമൊന്നും കാണില്ല. ആ വെട്ടം മുഴുവൻ ഈ മുഖത്തോട്ട് വീഴുന്നത് ഇവിടെ നിന്ന് ശിവലിംഗത്തിന് മുകളിൽ പോയി ഈ വെട്ടം വീഴും. അതുക്ക് വേണ്ടി ഇത് മാത്രം പണിതത് മറാഠ. അതുക്ക് ശേഷം അകത്ത് നവഗ്രഹമുണ്ട്. നവഗ്രഹം എന്ന് പറഞ്ഞാൽ ഒറ്റക്കല്ലിന് നവഗ്രഹം. ചില ഭാഗത്ത് 9 കല്ലുണ്ടാകും. 9 പ്രത്യേകം കാണും. ഇവിടെ ഒറ്റക്കല്ലിൽ 9 ഗ്രഹങ്ങളും പണിതിട്ടുണ്ട്. അതും ഒരു രഥത്തിൽ പണിതിട്ടുണ്ട്. നവഗ്രഹം എന്ന് പറയുന്നത്. ഇതുപോലെ വേറെ ഏത് സ്ഥലത്തും ഇല്ല. ഒറ്റക്കല്ലിൽ ചെയ്ത ഒറ്റക്കല്ലിൽ 9 ഗ്രഹങ്ങളും ഇവിടെ പണിതിട്ടുണ്ട്.
ഇത് പാണ്ഡ്യരാജാവിൻ്റെ ചാലിക്യ രാജാവ് അവസാനം ഉള്ള രാജാവ്. ഈ മണ്ഡപം മുഴുവതും പാണ്ഡ്യാസ് പണിതത്, ഈ ചില മാത്രം ചാലിക്യ രാജാവ് കൊണ്ടുവന്നത്. ആന്ധ്രാപ്രദേശ് மல்யுத்தம். அதுக்கு முകളിல் உள்ளது கர்ணனுக்கு அர்ஜுனனுக்குள்ள அந்த வில் யுத்தம். அவசானம் தேர் உண்டுல்ல முகளில் குருட்சேத்திர யுத்தத்தில் அந்த மகாவிஷ்ணு தேரை கொண்டு போகணும். முகளில் ஆஞ்சநேயரும் உண்டு அதில். அதுபோல் இது கம்ப்ளீட் மகாபாரதம். அந்த அர்த்தத்தில் ராமாயணம். ശിവലിംഗം പിടിച്ച് നിൽക്കണം. അതന്നെ അത് രഥം തന്നെ അത്. അതുപോലെ രാമായണവും മഹാഭാരതവും കൽച്ചിത്രപ്പണികളിൽ തീർത്ത ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. രാമായണത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ സുപ്രധാന ഏടുകൾ, ഹൈലൈറ്റുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള രാമായണവും മഹാഭാരതവും അതിൻ്റെ കഥകൾ വിവരിക്കുന്ന ഈ ശില്പം ഒറ്റക്കല്ലിൽ തീർത്താണെന്നാണ് ഇവർ പറയുന്നത്. പൊക്കി എടുക്കണം, കൈലായ പർവ്വതത്തെ പൊക്കി എടുക്കണം. അത് പറ്റൂല, அது உள்ள சம்பவம். அது இப்போது கண்ட சீதாவை வந்து அந்த ஏர் பஸ்ஸில் கொண்டு வரணும். முകളിல் உள்ளது 2 வீலு, ஒரு போட் மாதிரி. தாழെ உள்ளது புஷ்ப விமானம்னு പറയും. தாழെ உள்ளதெல்லாம் பிரஜைகள். அதுக்கு முകളിல் உள்ளது அந்த ராவணனுடைய இது. மேலே வந்து சிவனுக்கு பூஜை செய்யணும். ഈ ക്ഷേത്രത്തിന് ചുറ്റും 100 കണക്കിന് ഗ്രാനൈറ്റ് തീർത്ത ശില്പങ്ങളും വിഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. അതിനെല്ലാം പുരാണ കഥകളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും നമ്മുടെ ഗൈഡ് തരുന്നുണ്ട്. மூர்த்தி എന്ന് പറയും. கால சம்ஹாரமூர்த்தி. காலன்னு പറഞ്ഞാൽ യമൻ. യമനെ സംഹാരം பண்ணக்கூடிய சிவனா. அது യമനെ எதுக்கு வேண்டி സംഹാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയ പുരാണം ഉണ്ടല്ലേ, 16 കൊല്ലം കഴിയുമ്പോൾ മാർക്കണ്ഡേയൻ മരിക്കും. ആ സമയത്ത് പൂജ ചെയ്യണം പുള്ളി ശിവനുക്ക്. കൃത്യം ആ സമയത്ത് ആ കയ്യിലിട്ട് ആ ഉയിരെ എടുക്കണം. ആ സമയത്ത് ശിവൻ ദേഷ്യപ്പെട്ട് യമനെ പാതാളലോകത്ത് താക്കണം. അപ്പോൾ ഈ ദേവന്മാർ മുഴുവതും പറയണോ, ഉയിരെ എടുക്കാനുള്ള ശ്രമമാണ് ശിവനുക്ക്. ആ എടുക്കக்கூடிய ആൾ യമന്. യമന് മരിച്ചു പോയാൽ പിന്നെ ഉലക പ്രളയം വരും. അതുകൊണ്ട് മാർക്കണ്ഡേയനുக்கு ആയുസ് കൊടുക്കാൻ മറ്റവണ്ണെ വിട്ടേക്കണമെന്ന്. അപ്പോൾ ശിവൻ പറയണോ, ഈ സംഭവം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഈ സംഭവം ചെയ്തിട്ടില്ല, ഇത് ഇടത് ഭാഗത്ത് പാർവതി എന്നാണ് ചോദിക്കണം. അപ്പോൾ ഇടത് ഭാഗത്തിൽ കണ്ട പാർവതി തന്നെ ചവിട്ടണം ആ കാലുകൊണ്ട്. ശിവനുடைய ഇടത് ഭാഗത്ത് പാർവതിയാ ശക്തി, വലത് ഭാഗത്ത് ശിവനാ. വലത് ഭാഗത്ത് ഏത് സംഭവവും നടക്കുന്നില്ല. ഇതിൽ ഇടത് ഭാഗത്ത് കൊണ്ട് ചവിട്ടണം, ഇടത് കൈ കൊണ്ട് ചൂണ്ടിക്കാണിക്കണം, ഇടത് ഭാഗത്ത് പുള്ളി നടക്കണം. അപ്പോൾ അവന്മാർ പറയണോ, ഇടത് ഭാഗത്തിൽ அந்த വലിയ വിരലുണ്ടല്ലേ, பெருவிரல்னு പറയും, அது சிவனுக்குள்ள விரலா. அதுக்கு அடுத்த விரல் ஸ்திரீகளுக்குள்ளது. அதில் தானே மட்டியிடும். அந்த விரலை விட்டுட்டு அடுத்த விரல் ஸ்திரீகளுக்குள்ளது. ആ കാൽ കൊണ്ട് തന്നെ ചവിട്ടിയതെന്ന് വഴക്ക് പറയും. അപ്പോൾ ശിവൻ പറയണു, ആ വിരൽ കൂടെ യമൻ മേലെ തൊട്ടിട്ടില്ലേ, അതും സകലം പൊങ്കി നിപ്പുണ്ട്. അതായത് ഏൻ ഭാഗത്തിൽ എന്ത് തെറ്റ് നടക്കുന്നില്ലേ, ശക്തി തന്നെ ചോദിക്കണമെന്ന്. ശക്തിയെ ചോദിക്കുമ്പോൾ ആ കട്ട വിരലുക്ക് അടുത്ത വിരലുണ്ടല്ലേ, അത് സകലം നീളം കൂടുതലാണ് വിരൽ. കണ്ട പെരുവിരലെ കാട്ടിലും ആ വിരൽ കുറച്ച് നീളം കൂടുതലാണ് ഉണ്ടാവും. അതുപോലെ ഉള്ള സ്ത്രീകൾ കൂടെ ഉള്ള ശിവനടുത്ത് ചോദിക്കാതെ യമനെ സംഹാരം ചെയ്യുന്നു. ഏത് ശിക്ഷപ്പെട്ടിരുന്നാലും அதுக்கு ശേഷം തന്നെ പറയണം. ആദ്യം എടുക്കും, പിന്നീട് പറയണം. அதை நம்ம அனுசரிக்கணும். சிவன் கூட இருந்த பார்வதி சிவன் எடுத்து പറയുന്നില്ലല്ലേ, எவ்வளோ பெரிய വലിയ ஒரு തെറ്റ് இது. ഈ ഗംഗൈക്കൊണ്ട ചോളാപുരം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഒരു കൗതുകം തോന്നിയ ഒരു വിഗ്രഹമാണിത്. ഇതൊരു നടരാജ വിഗ്രഹമാണ്. ഈ നടരാജ വിഗ്രഹത്തിന് 3 ഭാവങ്ങളാണ്.
അത് നമുക്ക് നോക്കാം. നേരെ കാണുമ്പോൾ ഒരു നോർമൽ നടരാജ വിഗ്രഹം, നടരാജൻ്റെ ഒരു രൂപവും ഫേസും ഒക്കെയാണ്. ഇത് അല്പം ചരിഞ്ഞ് നമുക്ക് നോക്കിയാൽ കലാകാരൻ്റെ കൊത്തുപണിയുടെ ഒരു അപാരത നമുക്ക് കാണാൻ പറ്റും. ചരിഞ്ഞു നോക്കിയാൽ ഈ ഫേസ് അല്പം രൗദ്രഭാവത്തിലും അതോടൊപ്പം തന്നെ നാക്ക് പുറത്തേക്ക് തള്ളിയ രീതിയിലുമാണ് ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. രൗദ്രഭാവം. അതുതന്നെ ഇടത് ഭാഗത്ത് നമുക്ക് നോക്കാം. ഇടത് ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷം നിറഞ്ഞ ഒരു രൂപവും. അപ്പോൾ നടരാജൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങളാണ് ഈ ഒറ്റ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒറ്റ ശില്പത്തിൽ കൊത്തിവച്ചിരിക്കുന്നത്. ഇത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഭാവമായിട്ടാണ് നമുക്ക് ഈ ആംഗിളിൽ നിന്ന് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ വളരെ ഒരു ശില്പചാരിത തോന്നിയ ഒരു വിഗ്രഹമാണിത്. ഈ ക്ഷേത്രത്തിലെ നമുക്ക് ഏറ്റവും താല്പര്യം തോന്നുന്ന ഒരു ശില്പമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ വിഗ്രഹത്തിൽ വിഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥമൊക്കെ വരുന്ന ഓവുചാൽ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും സാധാരണ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ. ഇതിൻ്റെ ഓവുചാൽ എത്ര വലുതാണ്. ഇതാണ് ഇത്തരം ക്ഷേത്രങ്ങളുടെ ഇവരുടെയൊക്കെ ഒരു നിർമ്മാണത്തിലെ പ്രത്യേകതകൾ നിറഞ്ഞാണ് ഇവരുടെ എല്ലാം. അത് വീഴാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കിണർ പോലെ ഒരു കിണറിനേക്കാളും വലുതാണ് അതിൽ നിർമ്മിച്ചേക്കുന്ന. പൂജാലിൽ നിന്ന് വരുന്ന തീർത്ഥം കിട്ടാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന കിണറിനേക്കാളും വലുപ്പമുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. താഴത്ത് ഒരു നന്ദി, ആ നന്ദിയുടെ മുകളിലേക്കാണ് മുകളിൽ നിന്ന് വരുന്ന തീർത്ഥജലം വന്നു വീഴുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അതായത് ഗംഗൈകൊണ്ട ചോളാപുരം ക്ഷേത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കിണർ. ഈ കിണറിലേക്ക് ഗംഗാജലം കൊണ്ടുവന്ന് നിറച്ച അല്ലെങ്കിൽ ഗംഗാജലം അതിനകത്തേക്ക് കൊണ്ടുവന്ന് ആക്കിയ കിണറാണിത്. ഈ കിണറിലേക്ക് വെള്ളം എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വെള്ളം പറ്റിയാലും താഴെ ചെന്ന് എടുത്ത് കൊണ്ടുവന്ന് ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് പണിതിരിക്കുന്ന ഒരു നടപാതയാണിത്. ഇതിൻ്റെ അകത്തൂടെ ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങി ആ കിണറിലേക്ക് എത്താമെന്നാണ് പറയുന്നതല്ല, അത് റിയലായിട്ടുള്ള കാര്യമാണ്. അതായത് ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കാണാം നമുക്ക്, പക്ഷേ ഇവിടെ പൂട്ടിയിരിക്കുകയാണ്. ഇവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്ത്. മറ്റുള്ളവർക്ക് അതിനകത്ത് പ്രവേശനമില്ല. എത്ര വേനൽക്കാലം ആണെങ്കിൽ പോലും ഇവിടെ ധാരാളം വെള്ളം ഉണ്ടാവും ഈ കിണറ്റിൽ. അതും കിണറെന്ന് പറഞ്ഞാൽ ഒരു അജാനബാഹു കിണറാണ്. ഇത് കണ്ടോ, ഇതിലിപ്പം നിറയെ വെള്ളമുണ്ട്. എത്ര വെള്ളം പറ്റിയാലും അഭിഷേകം ചെയ്യാനായിട്ട് യാതൊരു കുറവും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അന്ന് ഒഴിച്ച ആ ഗംഗാജലത്തിൻ്റെ ഒരു അംശം ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ഇവിടുന്ന് തൊട്ടി വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊരു മുന്നിൽ കണ്ടുകൊണ്ട് ഒട്ടും നഷ്ടപ്പെടാണ്ടിരിക്കാൻ ഒരു ചെറിയ കിണ്ടിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കുടത്തിലോ എടുത്ത് കൊണ്ടുപോയി ഒട്ടും വെള്ളം നഷ്ടപ്പെടാണ്ടിരിക്കാൻ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് ദീർഘദൃഷ്ടിയോടെയാണ് ഒരു കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നന്ദിയുടെ ഉള്ളിലേക്കൂടെ പോയി ഈ കിണറിൻ്റെ അടിയിൽ സ്റ്റെപ്പ് ഈ കിണറിൻ്റെ അടിയിലേക്ക് എത്തുന്ന വിധത്തിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അവിടെ ചെന്ന് കുടത്തിൽ മുക്കിയെടുത്ത് വെള്ളം എടുത്തു കൊണ്ടുപോയി അവിടെ അഭിഷേകം ചെയ്യാമെന്നാണ് പറയുന്നത്. എൻജിനീയറിങ്ങിൻ്റെയും വാസ്തുശില്പത്തിൻ്റെയും അങ്ങേയറ്റത്തെ ഒരു കാഴ്ച ഉദാഹരണം ആണ് ഈ കാണുന്നത്.
നല്ലൊരു ലാൻഡ്സ്കേപ്പും കൂടെ നിറഞ്ഞതാണ് ഈ ക്ഷേത്ര സമുച്ചയം. ഇത് ഇവരുടെ ഒരു രീതി, നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ കല്ലുകൾ അന്ന് സിമൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ കല്ലുകൾ വൃത്തിയായിട്ട് അടുക്കി വെച്ച് ഒന്ന് ലോക്ക് ചെയ്ത് പോകുന്ന ഇൻ്റർലോക്കിംഗ് സംവിധാനത്തോടെയാണ് ഈ കരിങ്കല്ല് കൊണ്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ ഓരോ ഭാഗങ്ങളും. പിന്നെ ഇതിൽ ഗൈഡ് പറഞ്ഞതനുസരിച്ച്, നമ്മുടെ ഇവിടുത്തെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഈ കാണുന്ന ഇവിടെ എല്ലാം ഭയങ്കര ഇതേ ഹൈറ്റ് തന്നെയാണ് ഇവിടുത്തെ മതിലുകളുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിൻ്റെ വലിയൊരു ഭാഗം പൊളിച്ചു കൊണ്ടുപോയി അണക്കെട്ട് കെട്ടാനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കരിങ്കല്ല് ഉപയോഗിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ ചെറിയ ഒരാൾപ്പക്കത്തിലുള്ള മതിലേ ഇപ്പോൾ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ വലിയ തോതിൽ കല്ല് ഇവിടുന്ന് കൊണ്ടുപോയി ഈ ക്ഷേത്രത്തിന് അങ്ങനൊരു കുറവ് സംഭവിച്ചു എന്നും ഈ ഗൈഡ് പറഞ്ഞു. ഈ ഹൈറ്റിലുണ്ടായിരുന്ന കോട്ട പോലത്തെ മതിലായിരുന്നു പിന്നീട് നമ്മൾ ഈ കാണുന്ന ഒരാൾപ്പക്കത്തിലുള്ള രീതിയിലേക്ക് മാറിപ്പോയത്. ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ കല്ലിൻ്റെ അളവ്, അത്ര അധികം കല്ലുകൾ ഇവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഏതായാലും ഈ ക്ഷേത്രവും മനുഷ്യനുള്ളോടത്തോളം കാലം തല ഉയർത്തി നിൽക്കും. അതിൻ്റെ ശില്പചാതുരിയും കൺസ്ട്രക്ഷനും ഡിസൈനും ആർക്കിടെക്ചറൽ രീതിയും എല്ലാം. വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. വണക്കം. താങ്ക് യു സോ മച്ച്.